السلام عليكم ورحمة الله وبركاته. الحمد لله الملك الجبار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذوي الألباب والاعتبار. اللهم صل على النبي المختار وعلى آله الأطهار. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم إلى آخر الآية. صدق الله العلي العظيم. وقال نبينا محمد صلى الله عليه وسلم: 4 من سعادة المرء أن تكون زوجته صالحة وأولاده أبرارا وخلطاؤه صالحين ويكون رزقه في بلده، أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും അല്ലാഹു തആല നമുക്ക് അനുകൂലമാക്കി അവന്റെ അടുക്കൽ വിജയിച്ച കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിന്റെ 24-ാമത്തെ ദിവസത്തിലാണ്, റമദാൻ വെളിച്ചത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്നത്തെ റമദാൻ വെളിച്ചത്തിൽ ഇവകൾ നമ്മുടെ വിജയമാണ് എന്ന വിഷയം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അള്ളാഹു കൂടുതൽ പഠിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ദുനിയാവിന്റെ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമ്പോഴും പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളുടെ പേരിൽ അള്ളാഹുവിന് നന്ദി ചെയ്യാനോ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ തീർക്കാനോ എനിക്കോ നിങ്ങൾക്കോ സാധ്യമാകുന്നില്ല. അള്ളാഹുവിന് ഒരു അനുഗ്രഹം നൽകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ പോലും ഒരു പക്ഷേ നമ്മുടെ മനസ്സുകൾ അനുവദിക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും കടന്നു വരാറുള്ളത്. അള്ളാഹുവിനോട് നന്ദി ചെയ്യുമ്പോഴാണ് അള്ളാഹു തആല നമുക്ക് അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുന്നത്. ഇൻ ശക്കർതും ലഅസീദന്നകും. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്യുമ്പോൾ, നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോഴാണ് നിങ്ങൾക്ക് നാം അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങളുടെ പേരിൽ നന്ദി നാം ചെയ്യണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ചെയ്ത ഓരോ അനുഗ്രഹത്തിന്റെ പേരിലും എത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഞരമ്പുകൾ വരെയും നാം ഒന്ന് എണ്ണി നോക്കിയാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ. ആ ഒരു ഞരമ്പ് നഷ്ടപ്പെട്ടു പോകുമ്പോഴും ശരീരത്തിന്റെ നമുക്കുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകുന്ന ശോഷിച്ചു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു പക്ഷേ ആ അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു തആല നന്ദിയുള്ള ദാസന്മാരുടെ കൂട്ടത്തിലും ദാസിമാരുടെ കൂട്ടത്തിലും അല്ലാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു: 4 മിൻ സആദത്തിൽ മർഇ. 4 കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടയാളമാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടയാളമാണ് എന്ന് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഒരു വിശ്വാസിക്ക് പറയപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല വിജയം നൽകി എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അൻ തകൂന സൗജതുഹു സ്വാലിഹ. അവന് ലഭിച്ചിരിക്കുന്ന ഇണയുണ്ടല്ലോ, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ആ ഭർത്താവായി നൽകുന്ന ഇണയുണ്ടല്ലോ, രണ്ടുപേരുമാകാം.
അന്തകൂന സൗജത്തുഹു സ്വാലിഹ, അവന് ലഭിച്ചിരിക്കുന്ന ഇണ സ്വാലിഹത്തായ ഇണയാണെങ്കിൽ ഈ ഭൂമി ലോകത്ത് അവന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരിക്കും. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള മനുഷ്യനാണെങ്കിലും, എസ്റ്റേറ്റുകളുള്ള മനുഷ്യനാണെങ്കിലും, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള മനുഷ്യനാണെങ്കിലും, സമാധാനം തരാത്ത ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, സന്തോഷം നൽകാത്തവരാണെങ്കിൽ, പരസ്പരം ഇണകളിൽ സന്തോഷമില്ലാത്തവരാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം തകർന്നു പോകും, മനസ്സമാധാനം നമുക്കുണ്ടാവുകയില്ല. പക്ഷെ ഉള്ളതുകൊണ്ട് തൃപ്തപ്പെട്ടുകൊണ്ട് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം സ്നേഹത്തോടുകൂടി ഇടപഴകി സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോൾ നമുക്കൊന്നും കഴിക്കാനും കുടിക്കാനുമില്ല എങ്കിലും നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാലിഹായ ഇണകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഭർത്താവിനെ, ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ പരിപൂർണമായി വഴങ്ങുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യും. ഭർത്താവാണെങ്കിൽ ഭാര്യയെ കൂടുതൽ സ്നേഹിക്കും, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും ഖിദ്മത്തുകളും ഒക്കെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം, അവന് കിട്ടുന്ന വിജയങ്ങളിൽ 4 വിജയങ്ങളിൽ പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് അന്തകൂന സൗജത്തുഹു സ്വാലിഹ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, അവന് ലഭ്യമാകുന്ന, അവന് ലഭിക്കുന്ന അവന്റെ ഇണ സ്വാലിഹത്തായ ഇണയായിരിക്കുക എന്നുള്ളത്, ഇണയെ ലഭിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല അവന് നൽകുന്ന വിജയമാണെന്ന് ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ഇണകളെയൊക്കെ അല്ലാഹു അത്തരത്തിൽ അല്ലാഹു സ്വാലിഹത്തുകളാക്കി അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ വിജയം എന്തെന്നറിയോ? വഔലാദുഹു അബ്റാറാ, അവന്റെ സന്താനങ്ങൾ സൽഗുണ സമ്പന്നന്മാരായ സന്താനങ്ങളായി വളർന്നു വരുന്നത് കൊണ്ടല്ലോ, ആ സൽഗുണ സമ്പന്നന്മാരായ സന്താനങ്ങളാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ സന്തോഷ വിജയമെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രമാത്രം കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മക്കൾ വഴിപിഴച്ചു പോയാൽ, ദുർമാർഗത്തിലേക്ക് പോയാൽ, ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയാൽ, നമസ്കാരമില്ലാത്തവരായാൽ, ദീനില്ലാത്തവരായാൽ, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായാൽ അവന്റെ ജീവിതത്തിൽ ആ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാകില്ല. എന്നും കണ്ണുനീരായിരിക്കും, എന്നും ദുർഗതിയായിരിക്കും, എന്നും ദുരന്തമായിരിക്കും അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ വിജയം എന്തെന്നറിയോ? വഔലാദുഹു അബ്റാറാ, അവന്റെ സന്താനങ്ങൾ സൽഗുണ സമ്പന്നന്മാരായ സന്താനങ്ങളായി ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് നബി തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നു. മൂന്നാമതോ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ വിജയം ഏതെന്നറിയോ? വഖുലതാഉഹു സ്വാലിഹീൻ, അവന്റെ ഇടപാടുകളും അവന്റെ ഇടപെടലുകളും അവന്റെ കൂടെയുള്ള സഞ്ചാരങ്ങളും അവന്റെ കൂട്ടുകാരും മുഴുവനും സ്വാലിഹീങ്ങളായി ലഭിക്കുക എന്നുള്ളത്. അവന്റെ ചങ്ങാത്തത്തിൽ, അവന്റെ കൂട്ടുകെട്ടിൽ ഒരു മോശക്കാരനായ ഒരു മനുഷ്യൻ പോലുമില്ല. എല്ലാവരും സ്വാലിഹീങ്ങളാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്, പള്ളിയിലേക്ക് പോകുന്നവരാണ്, നമസ്കാരമുള്ളവരാണ്, ആരെയും ഫിത്നയും ഫസാദും പറയാതെ നന്മകളിൽ ബന്ധപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു കൂട്ടുകാരനെ ലഭിച്ചാൽ ആ കൂട്ടുകാരൻ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയമാണെന്ന് ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ നാലാമത്തെ വിജയം എന്തെന്നറിയോ? വഅയ്യുന റിസ്ഖുഹു ഫീ ബലദിഹി, അവന്റെ നാട്ടിൽ തന്നെ അവന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ അല്ലാഹു തആല നൽകുക എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയി അധ്വാനിക്കാതെ അവന്റെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അവന്റെ ജീവിതത്തിന്റെ വിഭവങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകുന്ന വിജയമാണ്. നമുക്കറിയാം, ഇനി പ്രവാസികളെ കുറ്റപ്പെടുത്തുന്നതല്ല, മറിച്ച് അവർക്ക് അല്ലാഹു തആല സന്തോഷവും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ നേരിട്ട് കൊണ്ട് പ്രവാസ ജീവിതത്തിൽ കഴിയുന്നവർ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ കഴിയുന്നവർ, കുടുംബത്തെയും അതുപോലെ തന്നെ മക്കളെയും
കുടുംബാദികളെയും മാതാപിതാക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് വർഷങ്ങൾ തോറും അല്ലെങ്കിൽ വർഷങ്ങൾ കാലങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്ന എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെ കുടുംബാദികളെ നമുക്കറിയാൻ കഴിയും. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ സ്വന്തം നാട്ടിൽ അവന്റെ ജീവിതത്തിന്റെ ഉപജീവനത്തിന്റെ മാർഗം ഒരു മനുഷ്യന് ലഭ്യമായാൽ അത് തന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയമാണെന്ന് ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല എല്ലാ വിജയങ്ങളും അല്ലാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റാഹത്തായ ജീവിതം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ റമളാൻ വെളിച്ചം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.